ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഈശോ നമ്മോട് പറയുകയാണ്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തി തരുമെന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അനുദിന ജീവിതത്തിലെ അനുനിമിഷമുള്ള അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് ചിട്ടയും ചട്ടങ്ങളും ആയി മാറുവാൻ, നമ്മുടെ ചുവടുകളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ പ്രവൃത്തികളെ നയിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ഓരോ നിമിഷവും നമുക്ക് ആവശ്യമുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മോട് പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, നീ ഇതിലേ പോവുക. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും, ഇടം വലം തിരിയേണ്ടതായ ജീവിതത്തിൻ്റെ ഓരോ അവസരത്തിലും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ചെവികളിൽ ഒരു അനുസ്മരണമായി, ഓർമ്മപ്പെടുത്തലായി കടന്നു വരുന്ന അനുഭവം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ആവശ്യമായ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് ഈശോ നമുക്ക് ഉറപ്പ് തരുകയും ഈ ലോകത്തിൻ്റേതായ അറിവുകളും ഈ ലോകത്തിൻ്റേതായ പ്രാവീണ്യങ്ങളും ഈ ലോകത്തിൻ്റേതായ പ്രാഗൽഭ്യങ്ങളും ഒന്നും നമ്മെ സഹായിക്കുവാനോ നമ്മെ രക്ഷിക്കുവാനോ വരാത്തതായ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നതായ ഈ ലോക ജീവിതത്തിൻ്റെ അനിഷേധ്യ ഭാഗങ്ങളായ നമ്മുടെ സഹനങ്ങളിലും വേദനകളിലെല്ലാം നമ്മെ സഹായിക്കുന്നത്, നമ്മെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്ന ദൈവവചനം. ഈ വചനം പരിശുദ്ധാത്മാവ് വേണം നമ്മെ പഠിപ്പിക്കുവാൻ. ഈ വചനം പരിശുദ്ധാത്മാവ് വേണം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ. മഹാന്മാരുടെ ചൊല്ലുകളോ പ്രശസ്തമായ പുസ്തകങ്ങളിലെ ഉദ്ധരണികളോ ഒന്നും അതിന് പകരമാവില്ല. ഈ ലോകത്തിൻ്റെതായ മഹത് വചനങ്ങളൊക്കെ ഓർക്കുവാൻ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഓർമ്മശക്തിയുമൊക്കെ നമ്മെ സഹായിച്ചേക്കാം. എന്നാൽ ദൈവവചനം ഓർക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ പ്രാപ്തമാക്കുവാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ പറഞ്ഞവ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും
പരിശുദ്ധാത്മാവിൻ്റെ അധ്യാപനവും ഉണ്ട് എങ്കിൽ മാത്രമേ ദൈവവചനം ഓർക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കൂ. സ്നേഹമുള്ളവരെ, ഈ വചനം വെറുതെ പഠിക്കുവാനും പഠിച്ച വചനം ഓർക്കുവാനും മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ അവസരത്തിലും ഉചിതമായ രീതിയിൽ വചനത്തെ മനസ്സിലാക്കുവാൻ, വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരം കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. ഒരു വ്യക്തിയുടെ ഈ ലോക ജീവിതത്തെ സംബന്ധിക്കുന്ന അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും, ഈ ലോക ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗപ്രാപ്തി നേടുവാൻ ആവശ്യകമായ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ദൈവം തൻ്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാം ഒന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നാം അത് വായിക്കണം, അത് പഠിക്കണം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും നമ്മെ പ്രാപ്തമാക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമെന്ന് പറയുന്നത് കേവലം ഒരു പഴഞ്ചൻ സാഹിത്യ പുസ്തകം മാത്രമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവവചനമെന്ന് പറയുന്നത് സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവ് തൻ്റെ മക്കളെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും സ്നേഹത്തോടെ വെളിപ്പെടുത്തുന്നത്. ജെറമ്യാ പ്രവാചകന പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിന് തന്നെ മക്കളെക്കുറിച്ചുള്ള പദ്ധതി അത് ഇത്രമാത്രം ശ്രേഷ്ഠമായ, ഉദാത്തമായ, മോഹനമായ, ശോഭനമായ പദ്ധതി. അത് തന്നെയാ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒരാൾ പോലും നശിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് പിതാവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സത്യം അറിയണമെന്നാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന്
നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതം നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. രക്ഷ പ്രാപിക്കുവാൻ അത്യാവശ്യമുള്ള സംഗതി ഈശോയിലുള്ള വിശ്വാസമാണ്. കർത്താവായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ശ്ലീഹന്മാര് പറഞ്ഞു. രക്ഷ പ്രാപിക്കാൻ നിനക്ക് അനിവാര്യമായിട്ടുള്ള സംഗതി ഈശോയിലുള്ള വിശ്വാസം. ദൈവവചനത്തെ വികലമായി മനസ്സിലാക്കിക്കൊണ്ട് ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്. വാസ്തവത്തിൽ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു തെറ്റിദ്ധാരണയാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് തെറ്റായ കേൾവിയിൽ നിന്ന് ഉണ്ടാകുന്ന, തെറ്റായ ഓർമ്മയിൽ നിന്ന് ഉണ്ടാകുന്ന തെറ്റായ ചില ബോധ്യങ്ങളാണ്. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പുതിയ നിയമത്തിൽ ഈശോ ഒട്ടും പറഞ്ഞിട്ടില്ല. പകരം ഈശോ പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. അതെല്ലാം വളരെ വ്യക്തമായ ചില സന്ദർഭങ്ങളിൽ ഈശോ പറഞ്ഞത്. ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്ന, ആ വിശ്വാസം പരസ്യമായി പ്രകടമാക്കിയ ചില വ്യക്തികളോട് ഈശോ കൃത്യമായി നിയതമായി പറഞ്ഞേക്കുന്നതാ, നിന്റെ വിശ്വാസം, ഈശോ മിശിഹ എന്ന വ്യക്തിയിലുള്ള വിശ്വാസം അവനെ അല്ലെങ്കിൽ അവളെ അവിടെ രക്ഷയിലേക്ക് നയിച്ചിരിക്കുന്നു. രക്ഷ പ്രാപിക്കുവാൻ ഒഴിവാക്കാനാവാത്ത ഏക സംഗതിയായി ഈശോ പറഞ്ഞേക്കുന്നത് ഈശോയിലുള്ള വിശ്വാസമാണ്. ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്നത് ദൈവവചനമാണ്. ഏതെല്ലാം വലിയ വലിയ മഹാന്മാരുടെയോ തത്വജ്ഞാനികളുടെയോ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ അവരുടെയൊക്കെ ആപ്തവാക്യങ്ങൾ ഉരുവിട്ട് പഠിച്ചത് കൊണ്ടോ ആരും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നില്ല. രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാൻ അനിവാര്യമായ അറിവെന്ന് പറയുന്നത് സുവിശേഷത്തിലെ ഈശോയുമായുള്ള വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ അറിവ്. ഈശോ എന്ന വ്യക്തിയെ വ്യക്തിപരമായി അറിയുന്നത് രക്ഷയാണ്. ഈശോ എന്ന വ്യക്തിയെ അനുഭവിക്കുക, അനുഭവിച്ച് അറിയുക എന്നത് രക്ഷയുടെ അനുഭവമാണ്. ഈ അനുഭവം നമുക്ക് പകർന്നു തരുന്നത് വിശ്വാസമാണ്, ഈശോയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഇന്ന് നമുക്ക് ലഭിക്കുന്നത് വചനത്തിൽ നിന്ന്, വചനത്തിൻ്റെ പ്രഘോഷണത്തിലൂടെയോ വചനത്തിൻ്റെ ശ്രവണത്തിലൂടെയോ വചനത്തിൻ്റെ വായനയിലൂടെയോ. ശ്ലീഹ പറഞ്ഞു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ് എന്ന്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ഈശോയെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ല എങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്താ പറയുക? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ഈശോയെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. വിശ്വാസം കേൾവിയിൽ നിന്നും,
കേൾവി ഈശോയെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ് എന്ന് ശ്ലീഹ ഉറപ്പിച്ച് പറയുകയാണ്. ഈശോയെക്കുറിച്ചുള്ള, സുവിശേഷത്തിലെ മിശിഹായെക്കുറിച്ചുള്ള പ്രഘോഷണം ഈശോയെ വ്യക്തിപരമായി അറിയുവാനും അനുഭവിക്കുവാനും സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാനും ഇടവരുകയും അത് രക്ഷയായി മാറുകയും ചെയ്യുന്നു. രക്ഷയിലേക്ക് നയിക്കുന്ന ജ്ഞാനം വിശുദ്ധ ലിഖിതത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ടാണ് തിമോത്തിയോസിന് എഴുതി 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതലുള്ള തുടർന്നുള്ള വചനം, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അത് പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ദൈവഭക്തനായ മനുഷ്യൻ അതുമൂലം പൂർണ്ണത കൈവരിക്കുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയെ ആത്മീയമായ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ഈ ദൈവവചനത്തിൻ്റെ ഓർമ്മയാണ്, ഈ വചനത്തിൻ്റെ അനുസ്മരിപ്പിക്കലാണ് എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയും. കാരണം വചനം പ്രബോധിപ്പിക്കുന്നു, പ്രബോധനത്തിന്; ദൈവവചനം ശാസിക്കുന്നു, ശാസനത്തിന്; ദൈവവചനം തെറ്റുകൾ തിരുത്തുന്നു, തെറ്റുതിരുത്തലിന്; ദൈവവചനം നീതിയിൽ പരിശീലിപ്പിക്കുന്നു, നീതിയിലുള്ള പരിശീലനത്തിന് ഉപകരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന സകല സംഗതികളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനം നിർവഹിക്കുന്നു. അതുകൊണ്ട് യേശയ്യാ പ്രവാചകനിലൂടെ ദൈവവചനം നമ്മോട് പറയുന്നത്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, അതിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അതാ തുടർന്ന് പറയുന്നത്, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വചനത്തെ എപ്രകാരം മനസ്സിലാക്കണം, ആ വചനത്തിൻ്റെ വ്യാഖ്യാനം എന്താ, അത് ദൈവവചനത്തിൽ തന്നെ ഇതര വചനത്തിൽ ദൈവാത്മാവ് നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു വചനത്തിൻ്റെ ഇണവചനം, ഒരു വചനത്തോട് അതിൻ്റെ ഇണവചനം ചേർത്ത് വായിക്കുമ്പോഴാ ആ വചനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ വിശ്വാസിക്ക് സാധിക്കുന്നത്. ഇണവചനങ്ങൾ. ഇനി ആ ഇണവചനം ആരാ പറഞ്ഞു തരേണ്ടത്? ഓരോ ജീവിത സാഹചര്യത്തിലും ഓരോ അവസ്ഥയിലും ഓരോ വചനത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും തനതായ സാഹചര്യത്തിൽ, തനതായ അവസ്ഥയിൽ, തനതായ അനുഭവങ്ങളിൽ വചനം നൽകുന്ന പ്രബോധനങ്ങളും ശാസനങ്ങളും തിരുത്തലുകളും പരിശീലനങ്ങളും വ്യത്യസ്തങ്ങളും വ്യതിരക്തങ്ങളുമാണ്. അത് ഓരോ വ്യക്തിക്കും അനുഭവിക്കുവാനും അറിയുവാനും ഗ്രഹിക്കുവാനും സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ച് കൊടുക്കുന്ന ഇണവചനങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കണം. പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, പരിശുദ്ധാത്മാവ് പകർന്നു കൊടുക്കുന്നത് പോലെ വചനത്തിൻ്റെ അർത്ഥങ്ങൾ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, അതിലൊന്നും കാണാതിരിക്കുകയുമില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരം സംസാരിക്കുന്നു, അവിടുത്തെ ആത്മാവാണ് അവയെ ഒരുമിച്ച് കൂട്ടുന്നത്. ദൈവാത്മാവ് ദൈവവചനത്തിലെ വചനങ്ങളെ ചേർത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടി
ഓരോ വ്യക്തിക്കും ഓരോ സാഹചര്യത്തിനും ഓരോ സന്ദർഭത്തിനും ഉചിതവും അത്യന്താപേക്ഷിതവുമായ പ്രബോധനങ്ങളും ശാസനങ്ങളും തെറ്റുതിരുത്തലുകളും നീതിയിലുള്ള പരിശീലനങ്ങളും ഓരോ വ്യക്തിക്കും അതാത് സമയത്ത് സംവേദനം ചെയ്തു കൊടുക്കുകയും അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവാണ് വചനം പഠിപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് വചനത്തെ ഓർമ്മപ്പെടുത്തേണ്ടത്. പരിശുദ്ധാത്മാവാണ് വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും പറഞ്ഞു തരേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ വചനം വായിക്കുവാൻ, വചനം പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അടുത്തിരുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് പോലെ, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ വചനത്തെ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാൻ, സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറയായി, അടിസ്ഥാനമായി മാറുന്നത് അത്തരത്തിൽ വചനത്തെ നോക്കിക്കാണുമ്പോഴാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം, വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. എന്നാൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവൻ, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന തരത്തിൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൻ്റെ ചിട്ടയും ചട്ടവുമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൻ്റെ മാറി മാറി വരുന്ന പ്രതിഭാസങ്ങളുടെ ലോകത്ത് തകർന്നു പോകുന്ന, പരാജയപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായി മാറുകയില്ല. പകരം ഈ ലോകത്തിൻ്റേതായ ഏറ്റക്കുറച്ചിലുകളും മാറിമറിയലുകളും ഒക്കെ കടന്നു വന്നാലും ആ വ്യക്തി പരാജയപ്പെടുകയില്ല, വീണു പോവുകയില്ല, തളർന്നു പോവുകയില്ല എന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വചനം പഠിക്കുന്ന വ്യക്തി, പരിശുദ്ധാത്മാവ് വചനം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി, പരിശുദ്ധാത്മാവ് വചനം ഓർമ്മപ്പെടുത്തുന്ന വ്യക്തി ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ അവസരങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ചെവിയോർത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന രീതിയിൽ വചനം ശ്രവിക്കുകയും പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന രീതികളിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും ഈ ലോകത്തിൻ്റെ മാറിമറയുന്ന പ്രതിഭാസങ്ങളിൽ മയങ്ങുകയും പരാജയപ്പെടുകയും ജീവിതം നശിപ്പിക്കുകയും ചെയ്യുകയില്ല. പകരം യഥാർത്ഥ സത്യമായ, നിത്യസത്യമായ, മാറ്റമില്ലാത്തതായ ദൈവവചനത്തിലെ ഈശോ തമ്പുരാനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ഈ ലോകത്തിൽ നിലനിൽക്കുന്ന നന്മകളുടെ വ്യക്തിത്വമായി, ജീവിതമായി ആ വ്യക്തി മാറും. അതുകൊണ്ട്
നമുക്ക് അനിവാര്യമായ ഏറ്റവും നല്ല അധ്യാപകൻ പരിശുദ്ധാത്മാവ്. ഏത് ജീവിത അവസ്ഥയിലോ ഏത് ജീവിത അന്തസ്സിലോ ഉള്ള ഏതൊരു വ്യക്തിക്കും ഏറ്റവും അത്യാവശ്യമുള്ള അധ്യാപകൻ പരിശുദ്ധാത്മാവ്. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, വചനം ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന രീതിയിൽ, പരിശുദ്ധാത്മാവ് നയിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.